കേരള നദുവത്തുൽ മുജാഹിദീന്റെ കുവൈത്തിലെ പോഷക സംഘടനയാണ് KKIC എന്നും ആദർശ വ്യതിയാനം സംഭവിച്ചതിനാലാണ് നിലവിലെ നേതൃത്വത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നും KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി കുവൈത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ചിരുന്നു. KNMന്റെ ഭരണഘടനയിൽ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളെക്കുറിച്ച് പരാമർശമില്ലെങ്കിലും പോഷക ഘടകങ്ങളായി തന്നെയാണ് മുഴുവൻ സെന്ററുകളും പ്രവർത്തിക്കുന്നതെന്നും സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് നിലവിലെ നേതൃത്വത്തെ പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റിയെ അവരോധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം വർഷങ്ങളായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനക്കെതിരെ KNM നേതൃത്വം ആരോപിച്ച ആദർശ വ്യതിയാനം വെറും വാചക കസർത്താണെന്നും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ടാണ് അവയെ കാണുന്നതെന്നും KKIC നേതൃത്വം പത്രക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. ഇസ്ലാഹി സെന്ററുകളുടെ സംഘടനാ സംവിധാനം സ്വതന്ത്രമാണെന്നും അവയ്ക്കുമേൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ KNMന് അധികാരമില്ലെന്നും പത്രക്കുറിപ്പ് പറയുന്നു. KNMനെ അനുകൂലിക്കുന്നവർ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ദഅവ സെന്റർ എന്ന പേരിൽ പരിപാടികളും മറ്റും സംഘടിപ്പിച്ചിരുന്നെങ്കിലും നേതാക്കളുടെ പ്രസ്താവനയോടെ സംഘടനാ പിളർപ്പിന് ഔദ്യോഗിക ഭാഷ്യം കൈവന്നിരിക്കുകയാണ്. KKIC എന്ന പേരിൽ തന്നെയായിരുന്നു ഇരുവിഭാഗങ്ങളും കഴിഞ്ഞ ദിവസം പരിപാടികൾ സംഘടിപ്പിച്ചത്. അബ്ബാസിയ കമ്മ്യൂണിറ്റി ഹാളിൽ AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുള്ളക്കോയ മദനി, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയ ഉന്നത KNM നേതാക്കളെ ഒരു വിഭാഗം അണിനിരത്തിയപ്പോൾ ഇഹ്യാ തുറാസുൽ ഇസ്ലാമിയയുടെ അധ്യക്ഷൻ താരിഖ് അൽ ഈസയായിരുന്നു മറുവിഭാഗത്തിന്റെ ഫർവാനിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മീഡിയ 1 കുവൈറ്റ്.